മുഴുവനും ഹസദും ഹിർസും റിയാവും കിബറും ആയിരിക്കും. ചില ആളുകളെ ഉള്ളു വളരെ മനോഹരായിരിക്കും, സുന്നത്തുകൊണ്ട് ത്രസിക്കായിരിക്കും, പക്ഷെ പുറത്ത് താടി വരണ്ടിയിട്ടും തലപ്പാവില്ലാതെയും അങ്ങനെയുണ്ട്. ഇന്ന് ഇവിടെ വന്ന അങ്ങനെയല്ല, ഉള്ളും പുറവും ഒരുപോലെ തുറന്നു വെച്ച ആർക്കും വായിക്കാവുന്ന ഒരു പുസ്തകം. ഈ പുസ്തകമാണ് ലോകത്തിന് ആവശ്യമുള്ളത്. ലൈബ്രറിയിലുള്ള പുസ്തകങ്ങൾ അത്ര ആവശ്യമില്ല, ഈ പുസ്തകമാണ് ആവശ്യമുള്ളത്. ചലിക്കുന്ന കിതാബുകൾ, ചലിക്കുന്ന ഗ്രന്ഥങ്ങൾ, ചലിക്കുന്ന സ്വഹീഹ് ബുഖാരി, ചലിക്കുന്ന സ്വഹീഹ് മുസ്ലിം, ചലിക്കുന്ന തുഹ്ഫ, ചലിക്കുന്ന മഹല്ലി, ചലിക്കുന്ന ഇഹ്യാ ഉലൂമുദ്ദീൻ. അതായിരുന്നു അത്തിബറ്റ് ഉസ്താദ്. അദബും അദദും ഒരുമിച്ച് കൂടുക എന്നത് വലിയ തൗഫീഖാണ്. അദദ്, ദിക്റിന്റെ അദദ്. അതതുള്ളവരിൽ പലർക്കും അതബില്ല, അവരിങ്ങനെ എണ്ണ എടുത്തിട്ട് സലാത്തും ദിക്റും ചൊല്ലുകയാണ്, അതബില്ല. അതബുള്ളവരിൽ പലർക്കും അതതില്ല. ഇത് അതതും അതബും ഒരുമിച്ച് കൂടിയ ഒരു മഹാനാണ്. അതതുണ്ട്, അതബുണ്ട്, രണ്ടും ഒരുമിച്ച് കൂടിയ മുവഫഖായ ഒരു മഹാമനീഷിയായിരുന്നു ബഹുമാനപ്പെട്ട ശൈഖുന. അള്ളാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ. അതബ് അടിസ്ഥാനമാണ്, അതിപ്രധാനമാണ്, ഫൗണ്ടേഷനാണ്. അതിന്റെ മേൽ സ്ഥാപിതമായ അമലുകളെ അള്ളാഹു എങ്കിൽ വിലപ്പോവുകയുള്ളൂ. എങ്കിൽ ഒരു സദസ്സിന്റെ അതബ്, ഭക്ഷണത്തിന്റെ അതബ്, വസ്ത്രത്തിന്റെ അതബ്, ഇസ്മിന്റെ അതബ് എല്ലാം ഞാൻ ഓർക്കുകയാണ്. ഒരിക്കല് ഓരോ ആളുകൾക്കും അത്തിവസ്ഥാനെ കുറിച്ച് ഓരോ അനുഭവങ്ങൾ പറയാനുണ്ടാവും. ഞാൻ ഓരോ വർഷം വരുമ്പോഴും വ്യത്യസ്ത ഓർമ്മയിലെ ഏട് മറിച്ചിട്ടുള്ള അനുഭവങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരിക്കൽ ഉസ്താദിന്റെ കൂടെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അല്ലയിലാണ് ഒരാള് കയറി വന്നിട്ടൊരു പരാതി പറഞ്ഞു, എന്റെ കുട്ടി പറഞ്ഞൊന്നും കേൾക്കണില്ല. അപ്പൊ ഉസ്താദ് ഉടനെ ചോദിച്ചാൽ എന്താ പേര് എന്നാണ്. ഇയാള് പറഞ്ഞു മുജിരിം എന്നാണ്. മുജിരിം പേര്. ഉടനെ ഉസ്താദ് പറഞ്ഞു ആ പേര് ഇന്ന് തന്നെ മാറ്റണം എന്നാണ്. മുജിരിം എന്ന് പറഞ്ഞാൽ തമ്മാടി എന്നാണ്. പിന്നെ പറഞ്ഞാൽ കേൾക്കുവോ? ഖുർആനിലുണ്ടല്ലോ, വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ അലം അഹദ് ഇലൈക്കും യാ ബനി ആദമ അല്ലാ തഅബുദുശ് ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വും മുബീൻ. മഹ്ശർ വൻസഭയിൽ സ്വാലിഹീങ്ങളും തമ്മാടികളും കൂടിക്കലർന്നുകൊണ്ട് നിൽക്കുന്ന സമയത്തെക്കുറിച്ച് വിശുദ്ധമായ യാസീനിൽ പടച്ചവൻ പരാമർശിക്കുകയാണ്. സ്വാലിഹീങ്ങളും തമ്മാടികളും കൂടിക്കലർന്നു നിൽക്കുമ്പോൾ കുടുംബത്തിൽപ്പെട്ട തമ്മാടികളോട്